കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു. നീ മാത്രം എന്റെ അഭയം, നീ എന്റെ ശരണം. കരുണാമയൻ നീ അതിവേറും സ്നേഹം മുറിവുണക്കിയും തൈലം എന്നാവിലറിയും ഹൃദയേ വസിക്കും നിന്നൊരു തീരും കൃപയാ. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ചേർന്ന് പാടിക്കേ. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ. കരങ്ങൾ കൂപ്പി പാടാം. ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ. ഓ എന്റെ ഈശോ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ ഓ എന്റെ സ്നേഹമേ. ഈശോ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ. ഓ എന്റെ ഈശോ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ. ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് പാടിക്കേ. ആരാധന ആരാധന യേശുവേ ആരാധന. ഹൃദയം തുറന്ന് പാടിക്കേ. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി എന്റെ കണ്ണുനീരിൽ അനുഗ്രഹത്തിന്റെ മഴവില്ല് വിരിയിക്കുന്ന കർത്താവെ, എല്ലാ തകർച്ചകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കണമേ. കണ്ണീരിൽ നാഥൻ അനുഗ്രഹമഴവില്ലുതിർക്കും, പ്രത്യാശ നൽകും സന്തോഷമാകും പടിയിറങ്ങിയിടും പാപം. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ചേർന്ന് പാടി ആരാധിക്കാം. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. എല്ലാവരും ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ഓ എന്റെ ഈശോ എൻ സ്നേഹമേ, ഓ എന്റെ ഈശോ എൻ സ്നേഹമേ. ഓ എന്റെ ഈശോ, ഓ എന്റെ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. ഓ ദൈവമേ, അങ്ങ് ഭവനം പണിയുന്നില്ലെങ്കിൽ എന്റെ അധ്വാനം വ്യർത്ഥമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീ കാവൽ നിർത്തിയില്ലെങ്കിൽ എന്റെ ജാഗ്രതയും വെറുതെ വെറുതെ. നിന്റെ കാരുണ്യത്തിൽ ഞാൻ അഭയം തേടുന്നു. ആരോട് പറഞ്ഞാലും ആശ്വാസം കിട്ടാത്ത വേദനകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി. നീ എന്റെ ഒപ്പമുണ്ടെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. എന്റെ വേദനകളെല്ലാം ഏറ്റവും നിസ്സാരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഓ നല്ല ദൈവമേ, എല്ലാം സമർപ്പിക്കും. ചേർന്ന് പാടാം. നാഥ വന്നിടണേ, ശക്തി തന്നിടണേ. നാഥ വന്നിടണേ, ശക്തി തന്നിടണേ. നാഥ വന്നിടണേ, ശക്തി തന്നിടണേ. നാഥ വന്നിടണേ, ശക്തി തന്നിടണേ. ശുദ്ധാത്മാവേ, ശക്തി പ്രത്യാശയോടെ വന്നിടണേ, ശക്തി പ്രതീക്ഷയോടെ ശക്തി പ്രത്യാശയോടെ ശക്തി ശക്തി പരിശുദ്ധാത്മ ശക്തി ശക്തി ഓ ദൈവമേ, രോഗിയാണ് ഞാൻ. കാരണങ്ങൾ പലതാണ്. അതിലൊന്ന് എന്റെ സാമ്പത്തിക തകർച്ചയാകാം. ഏറെ നാളുകളായി മാറി മാറി വൈദ്യന്മാരെ കാണുന്നു, മരുന്നുകൾ മാറി കഴിക്കുന്നു. പ്രതീക്ഷ അസ്തമിക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. നിനക്ക് മാത്രം മാറ്റാനാകുന്ന എന്റെ രോഗം, എന്റെ മാറാത്ത രോഗം, വർഷങ്ങളായി എന്നെ പീഡിപ്പിക്കുന്ന ഈ രോഗം എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത വിധം എന്നെ ഭാരപ്പെടുത്തുന്നു. ഈ കട്ടിലിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ബത്സയിദ കുളക്കരയിൽ നിന്നും തളർവാദ രോഗിയെ ആനന്ദ നൃത്തം ചവിട്ടാൻ നീ ഉയർത്തിയതുപോലെ എന്നെ ഉയർത്തും എന്നൊരു പ്രത്യാശ, ഇനിയും അസ്തമിക്കാത്ത എന്റെ പ്രതീക്ഷ. അത്ഭുതങ്ങൾ തീരാത്ത ഈ മണിക്കൂറിൽ എനിക്കുറപ്പുണ്ട്, എന്റെ രോഗം മാറണം. എന്റെ രോഗം നീ മാറ്റും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നീ രോഗിയാണോ? രോഗാവസ്ഥ ദൈവത്തോട് പറയുക. അത്ഭുതകരമായ സൗഖ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ സമയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ തോരാത്ത ഈ മണിക്കൂറിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങൾ
വിട്ടുപോകട്ടെ, 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 വിട്ടുപോകട്ടെ. ലോകം മുഴുവനും നടക്കുന്ന, ദിവ്യകാരുണ്യ സന്നിധിയിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളോടും ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, വന്നിടണേ, രോഗം മാറ്റിയിടണേ. നാഥ 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 വന്നിടണേ, രോഗം മാറ്റിയിടണേ. ശാന്തമായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ക്ലേശങ്ങളാണ് ഞാൻ നിന്നോട് പങ്കുവെക്കുന്നത്. ഈ അൾത്താരയിൽ പരിഹരിക്കപ്പെടാത്തതായി ഒന്നുമില്ലെന്ന് എനിക്കറിയാം. സൗഖ്യവും സമാധാനവും സന്തോഷവും തേടി നിന്റെ പക്കലല്ലാതെ മറ്റെവിടെ ഞങ്ങൾ പോകും? ഒരു വീട് വയ്ക്കാൻ ശ്രമിക്കുന്നു, ഏറെ നാളായി, സാധിക്കുന്നില്ല. എന്റെ വീട് വിറ്റ് മറ്റൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, വിൽപ്പന നടക്കുന്നില്ല. എനിക്ക് സ്ഥലമുണ്ട് കർത്താവേ, അതിന്റെ കച്ചവടം നടക്കുന്നില്ല. എന്നോട് വായ്പയായി പണം വാങ്ങിയവരുണ്ട് കർത്താവേ, അവര് പണം തിരിച്ചു തരുന്നില്ല. സാമ്പത്തികമായി എന്നെ വഞ്ചിച്ചവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പല ഇടപാടുകളും കേസിൽപ്പെട്ട് കിടക്കുന്നു, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തുതീർപ്പാകാത്ത പ്രശ്നങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരുടെ അത്രയും സാമ്പത്തിക വളർച്ച എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ വേദനിക്കുന്നുണ്ട്. കർത്താവേ, എനിക്കുള്ളത് കൊണ്ട് സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് കൃപ നൽകണമേ. ജോലി സ്ഥിരതയില്ല എനിക്ക്. മാറി മാറി എത്ര ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ദൈവമേ, ജോലി സ്ഥിരത വേണം എനിക്ക്. അതിനുവേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വരുമാനം എനിക്കില്ല കർത്താവേ. മക്കൾ ഓരോന്നോരോന്നൊക്കെ വേണമെന്ന് പറയുമ്പോ ഞാൻ എവിടെ നിന്ന് വാങ്ങിക്കാനാ? മരുന്ന് പോലും വാങ്ങിക്കാൻ പണമില്ലാത്ത അവസ്ഥ. എല്ലാം സമർപ്പിക്കുന്നു. ഇതൊക്കെ എന്റെ ക്ലേശങ്ങളാണ്, എന്റെ ദുരിതങ്ങളാണ്. ഒരു കാലത്ത് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. സമ്പത്തുണ്ടായിരുന്ന കാലത്ത് നിന്നെ മറന്നുപോയിട്ടുണ്ട്. ഞാൻ മനസ്തപിക്കുന്നു. കിട്ടിയതിന് നന്ദി പറയാതെ കിട്ടാത്തതിന് പരാതി പറയുന്ന എന്റെ മനസ്സ് നീ കാണണമേ. ഞാൻ നന്ദി പറയാൻ പഠിക്കുകയാണ്. നിന്നെ ആരാധിച്ചുകൊണ്ട്, നിന്നെ പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ട്, നിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, എനിക്കുള്ള വീടിനെ ഓർത്ത്, എന്റെ മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലിയെ ഓർത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഓർത്ത്, എന്നോടൊപ്പം ജോലി ചെയ്യുന്നവരെ ഓർത്ത്, എന്നോടൊപ്പം പഠിക്കുന്നവരെ ഓർത്ത്, എന്നെപ്പോലെ രോഗികളായി കഴിയുന്നവരെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്. ഈ രോഗക്കിടക്കയിൽ, ഈ ആരോഗ്യ അവസ്ഥയിൽ, ഈ കടബാധിതയിൽ, ഈ തകർച്ചയിൽ, ഈ ക്ഷീണത്തിൽ, ഈ മടുപ്പിൽ, ഈ നിരാശയിൽ, ഈ അപകർഷതാബോധത്തിൽ ഞാൻ നിന്നെ ആരാധിക്കുകയാണ്. ഞാൻ നിന്നെ പാടിപ്പുകഴ്ത്തുകയാണ്. നാഥ ആരാധന, നാഥ ആരാധന, നാഥ ആരാധന, നാഥ ആരാധന, നാഥ ആരാധന,
കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. നീറുന്ന മനസ്സുകൾക്ക് ഈ ഗാനവും ഈ ശുശ്രൂഷയും സാന്ത്വനമാകും. ദൈവം നിന്നെ തൊടും, ദൈവം നിന്നെ ആശ്വസിപ്പിക്കും, നിന്റെ കണ്ണീര് തുടയ്ക്കും. സ്നേഹമേകിടേണമേ എൻ മനം നീറുമ്പോൾ. സ്നേഹമേകിടേണമേ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. സ്നേഹമേകിടേണമേ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, ദൈവമേ ആശ്രയം നീ മാത്രമേ. പാടട്ടെ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ഓ ദൈവമേ, ആത്മഹത്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു ജന്മം? കുടുംബമൊന്നാകെ ഇങ്ങനെ ക്ലേശിക്കുന്നതിനേക്കാൾ ഭേദം മരണമെന്ന് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം നിരാശ എന്നെ പിടികൂടിയിട്ടുണ്ട്. നീയല്ല, അത് സാത്താൻ ഒരുക്കിയ തന്ത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, നീ എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ അരികിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മമെന്ന് ചിന്തിച്ച നിമിഷങ്ങളെ ഓർത്ത് മനസ്തപിക്കുന്നു. കണ്ണുനീർ മഴ തോർന്നിടാതെ പെയ്ത രാത്രികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരുമില്ലെന്നോർത്തതും ആർക്കും വേണ്ടാത്തവനാണ് ഞാനെന്ന് ചിന്തിച്ചതും ഞാൻ ഓർക്കുന്നു. എന്റെ കണ്ണീര് കാണണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. കാരണം ഈ ഭൂമിയിൽ നീയല്ലാതെ മറ്റാരും എനിക്ക് ആശ്വാസത്തിനില്ല. എന്തിനാണ് ജന്മമെന്ന് ചോദ്യമെന്റെ തോഴന, കണ്ണുനീർ മഴ തോർന്നിടാതെ പേരിറങ്ങി മിഴികളിൽ ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ
കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങാം. കർത്താവ് ഈ സമയം നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ആശീർവദിക്കുന്നു. നീ രോഗക്കിടക്കയിലാണെങ്കിലും, നീ ആരോഗ്യവാനാണെങ്കിലും, നീ എത്ര പാപിയാണെങ്കിലും, നീ എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, ആരുമാകട്ടെ, കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നന്ദി പറയുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.